ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പരിസരവും പഠനവും പേപ്പർ 106 ഒരു ചോദ്യമാണ്. രാജസ്ഥാനിലെ വീട് നിർമ്മാണ രീതിയും കേരളത്തിലെ വീട് നിർമ്മാണ രീതിയും ഒരുപോലെയാണോ? എന്താണ് കാരണം? ഇതിന് ഉത്തരം കാലാവസ്ഥ, ഭൂമിശാസ്ത്രം, സാംസ്കാരിക സ്വാധീനം, ലഭ്യമായ വിഭവങ്ങൾ എന്നിവയിലെ വ്യതിയാനങ്ങൾ കാരണം കേരളവും രാജസ്ഥാനും അവരുടെ വീട് നിർമ്മാണ സാങ്കേതികളിലും വാസ്തുവിദ്യാ ശൈലികളിലും കാര്യമായ വ്യത്യാസമുണ്ട്. രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള ചില പ്രധാന വ്യത്യാസങ്ങൾ നമുക്കിനി നോക്കാം. ആദ്യത്തേത് കാലാവസ്ഥയും ഭൂമിശാസ്ത്രവും. ഉയർന്ന ആർദ്രതയും കനത്ത മഴയുമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയുള്ള ഒരു തീരദേശ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇതിന് വിപരീതമാണ് എവിടെയാണ് രാജസ്ഥാനിൽ. വരണ്ട കാലാവസ്ഥയുള്ള ഒരു മരുഭൂമി സംസ്ഥാനമാണ് രാജസ്ഥാൻ. ചുട്ടുപൊള്ളുന്ന വേനലും തണുത്ത ശൈത്യകാലവുമുണ്ട്. ഈ വ്യതിയാനങ്ങൾ കാരണം കേരളത്തിലെയും രാജസ്ഥാനിലെയും വാസ്തുവിദ്യാ ശൈലികൾ പ്രത്യേക കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കനുസൃതമായി വികസിച്ചു. ഇനി രണ്ടാമത്തെ നിർമ്മാണ സാമഗ്രികൾ. കേരളത്തിലെ സമൃദ്ധമായ മഴയും വനങ്ങളോടുള്ള സാമീപ്യവും ലാറ്ററൈറ്റ് കല്ല്, മരം, കളിമണ്ണ് തുടങ്ങിയ വസ്തുക്കളുടെ ഉപയോഗത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഭിത്തികൾക്കായി ലാറ്ററൈറ്റ് കല്ല് വ്യാപകമായി ഉപയോഗിക്കുന്നു. അതേസമയം തൂണുകൾക്കും ബീമുകൾക്കും വിൻഡോ ഫ്രെയിമുകൾക്കും മരം സാധാരണമായി ഉപയോഗിക്കുന്നു. കല്ലും മണലും ധാരാളമായി ലഭിക്കുന്ന രാജസ്ഥാനിൽ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? കല്ലും കളിമണ്ണും ചെളിയും ഉപയോഗിച്ചാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തത് റൂഫിംഗ് ശൈലികൾ. കേരളത്തിൽ ടെറാക്കോട്ട ടൈലുകളോട് കൂടിയ ചരിഞ്ഞ മേൽക്കൂരകളോ ഓലമേഞ്ഞ മേൽക്കൂരകളോ അതായത് കൂട് മഴവെള്ളം ഒഴുകിപ്പോകാൻ സഹായിക്കുന്ന പ്രധാന സവിശേഷതകളാണ്. ചരിഞ്ഞ മേൽക്കൂരകൾ കനത്ത മൺസൂൺ മഴയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. രാജസ്ഥാനിലാവട്ടെ പരന്ന മേൽക്കൂരകൾ വ്യാപകമാണ്. തീവ്രമായ ചൂടിനെ ചെറുക്കുന്നതിന് പലപ്പോഴും ചെളിയോ മറ്റ് ഇൻസുലേറ്റിംഗ് വസ്തുക്കളോ കൊണ്ട് മൂടിയിരിക്കും. 4. വാസ്തുവിദ്യാ ശൈലികൾ. നാലുകെട്ടുകളാൽ ചുറ്റപ്പെട്ട നടുമുറ്റം ഉൾക്കൊള്ളുന്ന നാലുകെട്ട് ശൈലിയാണ് കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുവിദ്യയുടെ സവിശേഷത. പ്രകൃതിദത്ത വായുസഞ്ചാരം, തുറസായ ഇടങ്ങൾ, ചുറ്റുമുള്ള പരിസ്ഥിതിയുമായുള്ള സംയോജനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിനു വിപരീതമാണ് രാജസ്ഥാനിൽ. രാജസ്ഥാൻ മുഗൾ രാജപുത്ര വാസ്തുവിദ്യാ ശൈലികളിൽ നിന്നുള്ള സ്വാധീനം പ്രകടിപ്പിക്കുന്നു. സങ്കീർണമായ കൊത്തുപണികളോടുള്ള മുഖങ്ങൾ, അലങ്കരിച്ച ജരോഗങ്ങൾ അതായത് ജാലകങ്ങൾ, വലിയ ഹവേലികൾ അതായത് മാളികകളൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ്. അഞ്ചാമത്തത് ഇൻറ്റീരിയർ ലേഔട്ട്. കേരളത്തിലെ വീടുകളിൽ പലപ്പോഴും കൃത്യമായ നിർവചിക്കപ്പെട്ട മുറികളും വിവിധ പ്രവർത്തനങ്ങൾക്കുള്ള ഇടങ്ങളും ഉണ്ടായിരിക്കും. താമസിക്കുന്ന സ്ഥലങ്ങളുടെ സ്വകാര്യതയും വേർതിരിക്കാവുന്ന രീതിയിലായിരിക്കും ഇവിടെ ഇൻറ്റീരിയർ ലേഔട്ട് ചെയ്യുന്നത്. രാജസ്ഥാനിലാകട്ടെ വീടുകൾ പലപ്പോഴും ഓപ്പൺ ഫ്ലോർ പ്ലാനുകൾ വഴിയായിരിക്കും അവതരിപ്പിക്കുന്നത്. ഇവിടെ വിശാലമായ ഇൻറ്റീരിയറായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇടങ്ങളും അവിടെ ഉണ്ടായിരിക്കും. 6. സൗന്ദര്യാത്മക ഘടകങ്ങൾ. സങ്കീർണമായ മരം കൊത്തുപണികൾ, വിശാലമായ മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ, വർണ്ണഫമായ ടൈലുകൾ എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഇവിടുത്തെ കേരളത്തിൻ്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നത്. പരമ്പരാഗത കരകൗശലവും സൗന്ദര്യശാസ്ത്രവും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രാജസ്ഥാനിലാകട്ടെ ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിക്കുന്ന വാസ്തുവിദ്യ. അതിമനോഹരമായ കല്ല് കൊത്തുപണികളായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതേപോലെ സങ്കീർണമായ ഫിലിഗ്രി വർക്കും അവിടെയുണ്ട്.